അവളുടെ കല്യാണമൊക്കെ ആയിരിക്കും. എന്ത് കല്യാണം? കല്യാണത്തെക്കാൾ വലുതാണ് ജോർജിന്റെ ആത്മാർത്ഥ പ്രണയം. കെട്ടാൻ പോണ ചെക്കൻ്റെ വീട്ടിൽ ചെന്ന് ജോർജ് ആരാന്നും ജോർജിന്റെ പ്രേമത്തിന്റെ ആഴെത്രയെന്നും നമുക്ക് അറിയിക്കണ്ടേ? എന്നിട്ട് കല്യാണത്തിൽ നിന്ന് പിന്മാറിയില്ലെങ്കിൽ അച്ഛന്റെ കാല് തല്ലി ഓടിക്കാം, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു ഷോ. ആ പിന്നെ കുറച്ച് ഫോണൊക്കെ നിറഞ്ഞ് കുറച്ച് ടെററാക്കല്ലോ നമുക്ക്. അതൊക്കെ മോശമല്ലേ? അഞ്ജലിക്ക് വേണ്ടി ഇത്രയെങ്കിലും ചെയ്യണ്ടേ ജോർജ്? അതിനും മാത്രമുള്ള ക്വാളിറ്റി ഒന്നും ഇല്ല അവക്ക്. നിങ്ങൾ പറ, സൗന്ദര്യം ഉണ്ടോ? ഇല്ല ഇല്ല. അവളുടെ സ്വഭാവം നല്ലതാണ്. സ്വഭാവം അല്ല. പോട്ടെ, യഥാർത്ഥ സ്നേഹം തിരിച്ചറിയാനുള്ളൊരു മനസ്സവക്കുണ്ടോ? പിന്നെ ഈ പ്രേമിക്കുന്നതൊക്കെ പോട്ടെ, അതൊക്കെ അറിയാതെ സംഭവിക്കുന്നില്ലേ. പക്ഷെ കല്യാണം കഴിക്കാൻ വേണ്ടി മാത്രം ഇല്ല അവള്. പിന്നെ കെട്ടും. മറ്റേ പെണ്ണ് കിട്ടാതെ മറ്റേ മൂക്കളെ ഒലിപ്പിച്ച് വാല കോല എന്നൊക്കെ നടക്കണ കുറെ ലൂസേഴ്സ് ഇല്ലേ, അവന്മാർക്ക് കിട്ടും. സത്യം, ഇവന്റെ ചേട്ടനാ. ആ ദാ ഇന്നുണ്ട്. 2 ദിവസം കഴിഞ്ഞ് വിവാഹിതരാകുന്നു. കളറാണല്ലോ ഇത്. മിക്കവാറും കല്യാണത്തിന് തന്നെ വലിയ ഫുൾ പേജ് പരസ്യമായിരിക്കും. മിന്നൽ മുരളിയും ലൂസിഫറും പോലെ. വിനു വേർഡ്സ് അഞ്ജലി.